ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നല്ല പനി പിടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ വിയറ്റ്നാമിൽ പോയ വ്ളോഗാണ്. അപ്പം ഇതെനിക്കൊരു മെമ്മറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് മാത്രമാണ് ഇത്. നെക്സ്റ്റ് എപ്പിസോഡ് ഇത് കഴിയുമ്പോൾ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ 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 ഗായ്സ്, നമ്മൾ ഇവിടെ പോകുന്ന സ്ഥലം പിക്നിക്ക് പോവാണ് അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് പ്രശാന്തേട്ടന്റെ കമ്പനിന്ന് ഞാനും തെന്നും പ്രശാന്തേട്ടനും ഫ്രണ്ട്സ് എല്ലാരും കൂടെ ടൂർ പോവാണ്. അപ്പൊ നിങ്ങളിപ്പോ കണ്ടത് തെന്നുന്റെ സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ടാവും. അപ്പം പ്രശാന്തൻ ഇവിടെ ഇല്ല. പ്രശാന്തൻ പാലക്കാട് പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ് എന്ത്. അപ്പോൾ പ്രശാന്തൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ഇനിയുള്ള കാഴ്ചകളെല്ലാം ഞാൻ ഞങ്ങൾക്ക് കാണിക്കാം. അപ്പം ഞാൻ റെഡിയായി തുടങ്ങി. ഞാൻ റെഡിയായി ഒന്ന് സെറ്റായി കഴിയുമ്പം തെന്നുവിനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ച് സ്വെറ്റർ മോഡലുള്ള ഫുൾ കൈ സ്ലീവ് ഷർട്ടാണ്, ടീ-ഷർട്ടാണ്. അപ്പം കുറച്ച് ചൂടെടുക്കും. അപ്പം ഞാൻ ഇപ്പോഴേ അവളെ ഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഒരുങ്ങുന്ന വീഡിയോ ഏകദേശം കുറച്ചൊക്കെ കാണിച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മറക്കരുത്, മുഴുവൻ കാണണം കേട്ടോ. നല്ല പെട്ടി കേട്ടോ. ഈ പെട്ടി നല്ലൊരു പെട്ടിയായിരുന്നു, പക്ഷേ നെയിൽ പോളിഷ് വന്നിട്ട് ആകെ കുറച്ച് ഡാമേജ് ആയിപ്പോയി. ഞാൻ ഒരുപാട് തവണ തൂക്കാൻ ശ്രമിച്ചിട്ടൊന്നും പോയില്ല. ഇത് എൻ്റെയും തെന്നുവിൻ്റെയും പെട്ടി, ഇത് ഞങ്ങളുടെ കോമൺ പെട്ടി. നമുക്ക് കയ്യിൽ ലഗേജ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. എങ്ങനെ പോകും, എങ്ങനെ ഈ ലഗേജൊക്കെ താഴെ എത്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നോക്കട്ടെ. ഷൂ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷൂ ഒക്കെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തതിൻ്റെയാണ് കേട്ടോ. ആകെ അലങ്കോലയിൽ കിടക്കുകയാണ് വീട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നത്. എനിക്ക് നല്ല പനി പിടിച്ചു കേട്ടോ. ഞാൻ പോയി വന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ടോപ്പ് ആണ് ലാസ്റ്റ് ഞാൻ കൺഫേം ചെയ്തത്. നേരത്തെ വീഡിയോയിൽ ഇട്ട ടോപ്പേ അല്ല കേട്ടോ. ഇത് എൻ്റെ അനിയൻ മേടിച്ചു തന്നതാണ്. അപ്പോൾ ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ച് കൺഫേം ആക്കി സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ പോകുന്ന സ്ഥലം ഇതാണ്. ഞങ്ങളുടെ ഡ്രസ്സ് ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. എനിക്ക് വയ്യ. ഓക്കെ, തെന്നുവിന് ഇനി ഷൂസും കൂടെ ഇടാനുണ്ട്. എനിക്കും ഷൂസ് ഇടാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. പക്ഷെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സമയം 3:45 കഴിയുന്നു. ഓക്കെ, ഇതുവരെയും പ്രശാന്തേട്ടൻ എത്തിയിട്ടില്ല. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 5 മണിക്കാണ് ഇറങ്ങേണ്ടത്. നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യണം. ഇതാണ് തെന്നുവിൻ്റെ സീപ്പിലോയ്ക്ക് കണ്ണും മൂക്കൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, ഇഷ്ടമാണോ ഇത്? അപ്പോൾ നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് കേട്ടോ. ഇവിടെ എൻ്റെ ഷൂസ് ഇടണം, എനിക്കും ഷൂസ് ഇടണം, നമുക്ക് ഷൂസ് ഇടണം. ഇതെന്താ അങ്ങനെ ലാസ്റ്റ് പ്രശാന്തേട്ടൻ എത്തി. ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ്. പ്രശാന്തേട്ടൻ എത്തിയത് 4:45 കേട്ടോ. അപ്പം 4:45. പിന്നെ വേഗം പ്രശാന്തേട്ടൻ കുളിച്ച് ഇറങ്ങി. ഞങ്ങൾ നേരെ താഴെ പോയി. പ്രശാന്തേട്ടനാണ് പെട്ടിയൊക്കെ എടുത്തത്. ഞാനൊരു സ്യൂട്ട് കേസ് എടുത്ത് താഴേക്ക് വേഗം ഇറക്കിയിട്ട്. അപ്പം തെന്നും അവിടെ ഇവിടെ കൂടി കളിക്കുന്നതിൻ്റെ സീനാണ്. ഈ ഷൂ ഇട്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കരമായിട്ട് ഷൂ ഇഷ്ടമുള്ള ആളാണെന്ന്. കുറച്ച് കഴിയുമ്പോൾ പറയും, അമ്മ ഷൂ വരണം എന്ന്. എനിക്ക് എന്തോരം ടാസ്ക് ആണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാലും ഇട്ട് കൊടുത്തു എന്ന് മാത്രം. തണുപ്പൊക്കെ അല്ലേ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. പ്രശാന്തേട്ടൻ ഞങ്ങളെല്ലാവരും, ഞാനും പ്രശാന്തേട്ടനും കൂടിയാണ് കാറിൽ കയറിയേക്കുന്നത്. ഇനിയിപ്പം പ്രശാന്തൻ്റെ ഒരു കൊളീഗുണ്ട്, സോമേട്ടൻ. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. സോമേട്ടൻ്റെ ഫ്ലാറ്റിൽ ചെന്നിട്ട് പെട്ടി ഇറക്കി. അവിടെ നമ്മൾ ട്രാവലറിലാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും അവിടെയാണ് ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞത്. മിഥുനേട്ടൻ ഫാമിലി, ബിനീഷ്, ദേവി പ്രസാദ് സാറ്, സോമേട്ടൻ ഫാമിലി, ഞങ്ങൾ ഇത്രയും പേരാണ് ഈ ട്രാവലറിൽ പോകുന്നത് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം
ഞങ്ങൾ ഇത്രയും നാൾ പോയത് ദുബായ് അബുദാബി ക്രൂസിലൊക്കെ ആയിരുന്നു, കോർഡിലിയ ക്രൂസിലാണ് പോയത്. പക്ഷേ ഈ പ്രാവശ്യം പോകുന്നത് വിയറ്റ്നാമിലാണ്. ഒരുപാട് പേര്, ഒരുപാട് വ്ളോഗേഴ്സ്, വലിയ വലിയ വ്ളോഗേഴ്സും ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിയറ്റ്നാമിലേക്ക് പോകുന്ന ഓരോ കാഴ്ചകളും, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ട്രഡീഷൻസ്, അവിടുത്തെ ഫുഡൊക്കെ. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് ഒരു ദൈവം സഹായിച്ച് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം അത്ര എക്സൈറ്റഡിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. തെന്നുവാണെങ്കിലും ഓർമ്മ വെച്ച ഒരു സമയമാണ്. ഇപ്പോഴത്തെ അവളുടെ ഓർമ്മ എനിക്ക് തോന്നുന്നു എന്തായാലും മാറത്തില്ലെന്ന് തോന്നുന്നു. അതെന്തായാലും അവളുടെ മെമ്മറിയിൽ ഉണ്ടാവും. അപ്പം തെന്നുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇവർ 3 പേരാണ് ഫ്രണ്ട്സ്. ശ്രീഗൗരി, അദ്വിക, ദേവുനും ശ്രീകുന്നും വിളിക്കും. ഇവർ രണ്ടുപേരാണ് ഫ്രണ്ട്സ്. അപ്പം ദേവുനും തെന്നുവിനും കൂടെ ഒരേ മാച്ചിങ് സെയിം ടോപ്പ് കിട്ടി. അപ്പോൾ അതങ്ങനെ എടുത്തു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അധികം ഹെവി മീൽ വേണ്ടാന്ന് വിചാരിച്ചു, കാരണം ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. പ്രശാന്തായിട്ട് എല്ലാവരും അവരുടെ കൂടെ ഇരുന്നു, ഞങ്ങൾ പിള്ളേരുടെ കൂടെ ഇരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരുടെ ഡാൻസ് കളിയും പാട്ടും ഒന്നും പറയണ്ട. ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, എപ്പോൾ ട്രിപ്പിന് പോയാലും നമുക്ക് പനി പിടിച്ചിട്ടായിരിക്കും വരിക എന്നുള്ളത്. പക്ഷേ എന്തോ ആരുടെയോ ഒരു ഇത് കാരണം ചെന്ന ദിവസം തന്നെ പനിയൊന്നും പിടിച്ചില്ല. 3-ാമത്തെ ദിവസം മുതലാണ് പനി പിടിച്ചത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അന്നായിരുന്നു പനി പിടിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താകും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണാൻ പോകുന്നത് പ്രശാന്താൻ്റെ ഫാമിലിയിൽ, ഐ മീൻ കമ്പനി ഫാമിലിയിൽ. ഈ കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫാമിലി പോലെയാണ്. എല്ലാവരും നമുക്ക് ഹെൽപ്പിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാ കാര്യത്തിനാണെങ്കിലും വരികയും നമ്മുടെ എല്ലാ കാര്യത്തിനും ഒത്തു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ് ഇവരുടെ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്പെഷ്യാലിറ്റി ഇതാണ് ഇവരുടെ കമ്പനിയിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ പിള്ളേരാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച്, അതായത് ഇവരെയൊക്കെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ നിന്ന് പിന്നെ ഈ ഒരു ഏജിൽ പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ ഗ്രോത്ത്, ബാക്കിയുള്ള നമ്മുടെ പിള്ളേരെ പോലെ തന്നെ ബാക്കിയുള്ളവരുടെ പിള്ളേരുടെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോവുകയാണ്. ഈ ഡാൻസൊക്കെ കളിക്കുന്നത് കാണുമ്പം എനിക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളൊരു പേടിയുണ്ട് കേട്ടോ. അതേയും ഈ പിള്ളേരെയും കൊണ്ടാണ് പോകുന്നത്, ഒന്നും വരല്ലി. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിയറ്റ്നാമിൽ ചെന്നിട്ട് പനി വന്നു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ നമ്മുടെ പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം, നമുക്ക് ഫുൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എന്തോ ഭാഗ്യം, അത്രയ്ക്ക് സീനൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. എടുത്തോ എടുത്തു കൊടുത്തേ. അങ്ങനെ എൻട്രി നമ്മൾ ക്ലിയർ ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുകയാണ് എല്ലാവരും എവിടെ, കാരണം എല്ലാവരും ഫാമിലി ആയിട്ടാണ് വരിക. സാധാരണ ഇവർ മീറ്റിങ്ങിന് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ട്രിപ്പിനൊക്കെ ആയിരിക്കും ഫാമിലി ആയിട്ട് തന്നെ കാണുക. അപ്പോൾ ഫാമിലീനെ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കുറേ പേര് വന്നിട്ടില്ല, കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ എല്ലാവരെയും കണ്ടതിന് ശേഷമാണ് റിയലൈസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ റഷിലായിരുന്നല്ലോ, ആരൊക്കെയുണ്ട് അവരൊക്കെ ഇറങ്ങിയൊന്നും ചോദിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. എയർപോർട്ടിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരുപാട് ഡിലേ, ഏകദേശം നല്ല ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നു. ഇത് ശ്യാമേട്ടനാണ്, കോഴിക്കോടിലാണ് വർക്ക് ചെയ്യുന്നത്, മാനേജറാണ് പ്രശാന്തേട്ടൻ്റെ അല്ല അവിടുത്തെ ആൾക്കാരുടെ. അപ്പം ഇത് ശരത്തേട്ടൻ, ഇത് ജെറിൻ, അത് വിഷ്ണു. ഇവരെല്ലാവരും എല്ലാ തവണയും ഉണ്ടാകാറുണ്ട്. വിഷ്ണുവിൻ്റെ ഫാമിലിക്ക് വന്നിട്ടില്ല. പിന്നെ പ്രിയ ചേച്ചി, പിന്നെ ഒരുപാട് സീനിയർ സാറുമാരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാ സാറുമാരും എനിക്ക് എടുത്തു പറയണമെന്നുണ്ട്, പക്ഷേ എല്ലാവരും മുഖവും ഞാൻ എടുക്കുന്നില്ല. ഞങ്ങളുടെ നല്ല കാര്യം കൊണ്ട് ട്രെയിൻ ഫ്ലൈറ്റ്
2.5 മണിക്കൂർ ഡിലേ ആണ്. അപ്പം നമ്മളിവിടെ പോസ്റ്റാണ്, എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ശേഷം വിശേഷങ്ങൾ ഞാൻ സ്ക്രീനിൽ കണ്ടു. അവിടെ ഇങ്ങനെ കുടിക്കാനാണേ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഔട്ട്ഫിറ്റ് ഇടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കാനൊന്നും ഇങ്ങനത്തെ ഔട്ട്ഫിറ്റൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഔട്ട്ഫിറ്റൊക്കെ ഇട്ടു. ബാത്റൂമിൽ പോയി ഒന്ന് സെറ്റായിട്ട് വേഗം പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് വന്നിരിക്കുക കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചിരിച്ച് കുറേ കഥയും പറഞ്ഞു പിള്ളേരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കളിപ്പിച്ചിട്ടൊക്കെ ഇരുന്ന് സമയം പോയി. എന്നാലും സമയം പോയി എന്ന് പറയാൻ പറ്റില്ല. അവസാനം ഇവർ രണ്ടുപേരും ടയേർഡായിട്ട് ഉറങ്ങുന്ന ഒരു അവസരം വന്നു കേട്ടോ. ഇവർ രണ്ടുപേരും അടിയാണ്, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ പഴയ വ്ളോഗിൽ കണ്ടാൽ അറിയാം ഞാൻ ഇവരെ പറ്റി പറയുന്നത്. ഇവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ കാണാതിരിക്കാൻ പറ്റത്തില്ല, എല്ലാ ദിവസവും കാണണം. പക്ഷെ ഭയങ്കര അടിയുമാണ്. പിള്ളേരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവുള്ളൂ. പിന്നെ ഇവർ തമ്മിൽ വീഡിയോസ് എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ ഫാമിലിയായിട്ട് അപ്പുറത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇതാണ് മിഥുനേട്ടൻ, ഉഷസ് ചേച്ചി, പിന്നെ ഒരു മോനുണ്ട് അപ്പു, മോള് ദേവിക, അദ്വിക. അപ്പോൾ ഞാൻ ദേവു എന്ന് വിളിച്ചിട്ട് പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി, തലയിൽ കൊട്ടി, അത് കൊട്ടി ഇത് കൊട്ടി. അറിയാമല്ലോ പിള്ളേരെയും കൊണ്ട് പോകുന്നതിൻ്റെ ഉള്ളൊരു ടാസ്ക് അത് തന്നെയായിരുന്നു. ആ ഫോൺ നോക്കുന്ന ആളാണ് പ്രിയ ചേച്ചി, സൈക്കോളജിസ്റ്റാണ്. അങ്ങനെ എല്ലാവരും കൂടെ ശ്രീകുവും ദേവും കൂടെ കുറേ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. അവസാനം വിശക്കുന്ന ഒരു അവസ്ഥ എത്തി കേട്ടോ. നമ്മുടെ കയ്യിൽ സ്നാക്സ് ഒരെണ്ണം മാത്രമേ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു സ്നാക്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അതായത് പിള്ളേർക്ക് കൊടുത്ത് കഴിപ്പിച്ചു കേട്ടോ. കാരണം ഒരുപാട് നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 2.25 മണിക്കൂറായിരുന്നു. 12:30 ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ കയറിയത് 3 മണിയായപ്പോഴാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് എൻ്റെ സ്കൂളിൽ പഠിച്ച ജൂനിയറിനെ കണ്ടു. അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം അവളെ കണ്ടു. പെട്ടെന്ന് അവളാണ് എന്നെ സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു, കുറച്ച് നേരം സംസാരിച്ചുള്ളൂ. അങ്ങനെ അവളോട് യാത്ര പറഞ്ഞ് വീഴുമ്പോഴാണ് ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ട് കഴിയിട്ട് പുഴു വന്നാ എങ്ങനെയാ പറയും? അതെയോ? ജ്യൂസിലോ? കേട്ടാ തെന്നോ? ആ ജ്യൂസില് എന്ത് തെന്നിന് പുഴു കിട്ടിയാ? ഇല്ല തെന്നു, നമ്മള് ജ്യൂസ് കുടിക്കാൻ പാടില്ലേ? ഇനി ഓറഞ്ച് ജ്യൂസ് എല്ലാ ജ്യൂസിലും ഉണ്ടാവും പുഴു. അയ്യോ ഇനി ഒന്നും കുടിക്കണ്ട. ആ എങ്ങനെയുള്ള ജ്യൂസ്? ഗ്ലാസ്സിലെ വെള്ളത്തിലെ പാച്ചുണ്ടാവും. പറ. ആ പുഴു ഉണ്ടാവില്ലമ്മ. ഒരു കുട്ടിയെ കണ്ണില് കൊറേ ഫോൺ കണ്ടിട്ട് കണ്ണില് മറ്റേ ആവും. അതെയാ? എന്നിട്ട് ഒരു വള. എനിക്ക് വേണ്ട കണ്ണില് പുഴു. ഇനി ഞാൻ പറയട്ടെ. അതെ കണ്ണിലെ പുഴു ഞാനിവിടെ ഇരിക്കാം. പറഞ്ഞു അപ്പൊ ഞാൻ എന്നിട്ട് തെന്നു തെന്നു നടക്ക് നടക്ക്.
We accompany the guest operation flight AK36 bound to Kuala Lumpur. We apologize for the delay of this flight and any total assisted by First Officer Lim Z and Zemek Wei in charge. Today we have cabin crew Tasha, K and also Ern. For your safety, please put your seatbelts fully fastened, store your table and fully open your window shade. Charging and usage of e-cigarettes are prohibited. Please keep an eye on your personal belongings at all times. Thank you. Anna? I don't know. You don't know, you know? No, I don't know. Chigu? അപ്പു ബുക്കെടുത്ത് പഠിക്ക് അതിലുണ്ട് ഉഷേജി എന്തിയെ അപ്പു ഇത് എങ്ങനെ നമ്മൾ പറയും ഇത്ര ഇതാണ് 250 അപ്പു പഠിക്കട്ടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയത് കാരണം മലേഷ്യയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വിയറ്റ്നാമിലേക്കായിരുന്നു പോകേണ്ടത്. സമയം വ്യത്യാസമുള്ളത് കാരണം തന്നെ ഏകദേശം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഐ മീൻ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മലേഷ്യയിൽ എത്തിയപ്പോഴത്തേക്ക് ഓട്ടമായിരുന്നു. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആണ്, അവിടുത്തെ ഫ്ലൈറ്റ് ഓൾറെഡി നല്ല ഓൺ ടൈം. അപ്പം നമുക്ക് ഓടിപ്പിടഞ്ഞ് വേണമായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. ആ ഫ്ലൈറ്റ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം മലേഷ്യയിൽ എത്തിയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് കയറുന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണുന്നത് കേട്ടോ. തെന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം സെക്കൻഡ് ഫ്ലൈറ്റ് അവൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഫ്ലൈറ്റ് അവൾക്ക് കുറച്ച് ലാഗ് അടിച്ചു പോയി ഇൻ ദ സെൻസ് അവൾ ഉറങ്ങിപ്പോയി. വേറൊരു എയർപ്ലെയിൻ നോക്ക്, കണ്ടോ? റെഡ് കളർ കണ്ടോ? റെഡ് കളർ ദണ്ടെണ്ണം. നമ്മള് പൊങ്ങാൻ പോവാണ്. പേടിയുണ്ടോ? ഉണ്ടോ? പിടിച്ചിരുന്നോ?
നോക്കിയോ നിർത്തി അയ്യോ എന്റെ അമ്മനെ കാണുന്നില്ല. ദേ അമ്മ തെന്നു ടേക്ക് ഓഫ് നോക്കിയോട്ടാ നോക്കിയോ ആ ആ പോയി പോയി നോക്കാം അതാ 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 പോകുന്നുണ്ട് പോകുന്നു ഇപ്പൊ സ്പീഡിൽ പോകും പൊങ്ങും. ചെറുതാ. അതെയാ ഉണ്ട്. പ്രശ്നത്തെ പിടിച്ചിരിക്കാൻ പറഞ്ഞു പ്രശ്നത്തെ പിടിച്ചിരിക്കുന്നത് ആ പിടിക്കണ്ട അത് അങ്ങനെ സാരമില്ല. അത് പൊക്കിക്കോട്ടെ. കേട്ടെ അപ്പൊ ഈ പേടിയോ ഇല്ല. ഇതാ തിന്നു ഇതാ, ഇതാ. നമ്മൾ പറഞ്ഞു ഇങ്ങനെ 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 ഫ്ലൈറ്റ് മുങ്ങിയതാ മുഖം നോക്ക് കണ്ട ആ കണ്ട കണ്ടാ? ഏ ചേച്ചി, ഇത് നോക്ക്. നമ്മള് പൊങ്ങി എനിക്ക് പേടിയാവുന്നുണ്ട് വാ, വാ, വാ. പേടിയാവുന്നുണ്ട് പേടിയാവുന്നു അപ്പൊ ഈ പേടി പോണാ ചുമ്മാ പോയതാണോ പറ എല്ലാരോടും പറ ചുമ്മാ പോയതാണോ നമ്മളെവിടെ പോണാ വിയറ്റ്നാം ആ പിക്നിക്കിന് ടൂർ പോണ എന്റെ കാണാൻ പോണ പിക്നിക്കാ ക്ലൗഡ്സ് നോക്ക് ഇതാ ക്ലൗഡ്സ് ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു ഇതാ ക്ലൗഡ്സ് ഇതാ ക്ലൗഡ്സ് കണ്ടാ ക്ലൗഡ്സ് കണ്ടോ നോക്ക് താഴെ പോയി. നമ്മള് മുകളിലായി അല്ലേ നമ്മളെ മാറ്റിയതാ. ഓ, ഇത് നോക്കമ്മ. ആരത് പുറകിലൊരാള് ഇവിടെയുണ്ടോ? ഇവിടെ ആയിട്ടാ. ദാ. ഇവിടെ സ്ക്രൗള്. അങ്ങനെ ഞങ്ങളുടെ പോകുന്ന ഈ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഓരോ ഡേ വൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാനും ഇതൊരു മെമ്മറി ആയിട്ട് കിടക്കുന്നതും പിന്നെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബ്ലെസ്സിങ് ആയി കാണുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റ ആൻഡ് ബൈ ദ ബൈ